അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനിയത്തിയുടെ വീട്ടിലിപ്പോൾ പോയി വന്നിട്ട് 2 ആഴ്ച ആവാറായി. പക്ഷേ ഇപ്പോഴും അവിടുത്തെ വീഡിയോസ് തീർന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഞാനിത് തീർക്കും. ലാസ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അന്നേ ദിവസം രാവിലെ എനിക്ക് എണീറ്റപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണ ആ ഒരു ടൈമിൽ എന്നാൽ പിന്നെ ഒന്ന് എടുത്തേക്കാന്ന്, ഏതായാലും ഒന്ന് പോവല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് അപ്പവും സാമ്പാറും ആയിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം അനിയനും ഇപ്പച്ചിയും ഒന്നുമില്ല, ഞാനും അനിയത്തിയും കുട്ടികളും മാത്രം തന്നെയുള്ളേ. അപ്പോൾ കറി കഴിഞ്ഞ ദിവസത്തെ കറി ഇച്ചിരി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അതിനുള്ള ആൾക്കാരല്ലേ നമ്മളുള്ളൂ. അങ്ങനെ നമ്മളും കുട്ടികളും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ലഞ്ചിന്റെ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളൊന്നും നമ്മൾ സെറ്റാക്കി എടുക്കണില്ല, കാരണം ഒന്നും കൊടുന്നരാൻ ഇപ്പച്ചോ അനിയനോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സാമ്പാറും അവിയലും അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു സമയത്തൊക്കെ കുഞ്ഞാപ്പി നല്ല ഉറക്കാണ്. അപ്പോൾ പിന്നെ എനിക്ക് കാര്യമായിട്ട് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഹെൽപ്പാക്കാം. അങ്ങനെ ഞാനിതാ 2 പാത്രം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിലോട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളും വേറെ ഒന്നിലോട്ട് നമ്മുടെ അവിയലിനുള്ളതും കൂടെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുവാണ്. അന്നേരം അനിയത്തി ഇതാ ഇവിടെ നല്ല പാത്രം കഴുകലിലാണ്. നമ്മൾ ആകെ 4 പേരേ ഉള്ളൂ, അതായത് കുട്ടികളടക്കം 4 പേരേ ഉള്ളൂ. എന്നാലും പാത്രത്തിനൊന്നും ഒരു കുറവുമില്ല. അത് മാത്രമല്ല, ഇന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവൾ എടുത്തു വെക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയാകുമ്പോൾ നമുക്ക് പോകണം. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഇച്ചിരി കൂടെ ഡീപ്പ് ക്ലീനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്ക് എൻ്റെ വെജിറ്റബിൾ കട്ടിങ്ങിൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുവാണ്. ഓരോന്നായിട്ടൊന്നുമില്ല, ആകെ 2 സാധനം ഉണ്ടാക്കണുള്ളൂ. കുക്കറിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിൽ ചോറുണ്ട്, മറ്റേ കുക്കറിൽ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ കിടന്നങ്ങ് സെറ്റ് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ അവിയലിനുള്ളതും കൂടെ അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് അങ്ങ് വെച്ച് പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഡ്യൂട്ടി അനിയത്തിയായിരുന്നു ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞാപ്പി എണീറ്റിട്ടുണ്ട്. പിന്നെ അവനെ പാല് കൊടുക്കലും എണ്ണ തേക്കലും കുളിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാമ്പാറിൻ്റെ ബാക്കി പരിപാടികളിലോട്ട് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ആ കഷ്ണങ്ങൾ അങ്ങ് വേവിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. അതിലോട്ട് ആഡ് ചെയ്യാനുള്ള മസാല പൗഡറുകളൊന്നും തന്നെ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ വേവിച്ച് വെച്ച കഷ്ണത്തിലോട്ട് അങ്ങ് ആഡ് ചെയ്ത്, പിന്നെ നമ്മളിതാ കുറച്ച് പുളിവെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ ഉലുവയും കടുകും നല്ല ജീരകവും ഉണക്കമുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലായിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി അങ്ങ് തീർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കുക. എനിവേ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ചോറും കറിയും അതേപോലെ തന്നെ അവിയലും എല്ലാം ആയിട്ടുണ്ട്. ചോറൊക്കെ നമ്മൾ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ, കാരണം ഉച്ചയ്ക്കൊക്കെ മാത്രം മതിയല്ലോ. പിന്നെ അതാ നമ്മൾ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അനിയത്തി അപ്പോഴും നല്ല പണിയിലാണ്, ഓരോന്നായിട്ട് അടുക്കി പെറുക്കി വെക്കുവാണ്. ഈ ഒരു സെയിം ഡേ തന്നെയാണ് നമ്മൾ നമ്മുടെ Q&A സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് Q&A ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ അൽഹംദുലില്ലാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അവതരിപ്പിക്കാൻ പറ്റി. അങ്ങനെ അതാ വീട്ടിലോട്ട് പോയി. ഇത് വീട്ടിലോട്ട് പോകുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല മഴയായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം കുഞ്ഞാപ്പിനൊക്കെ ഉറക്കി ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനും ഇപ്പച്ചിയും നിഷും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്. അതായത് ഇപ്പയ്ക്ക് ചെറിയൊരു സീനുണ്ട് കയ്യിന്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഹെവി റെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല ആകെ മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് വേറെ ഓപ്ഷനും ഇല്ല, കാരണം ഉപ്പച്ചിൻ്റെ കയ്യിൽ നല്ല പെയിൻ ഉണ്ട്. കാണിക്കൽ നിർബന്ധമാണ്, ജസ്റ്റ് പാടെ നീങ്ങിയതായിരുന്നു. ഇഞ്ചക്ഷൻ വെക്കലും മെഡിസിൻ വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു നേരം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിഷുവിന് അപ്പോഴും ഫ്രൂട്ടി മതി. അങ്ങനെ അതൊക്കെ കഴിച്ച് മഴ പോവോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. എവിടെ പോവാൻ, അതങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ഓട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോഴും നല്ല
ബ്ലോക്കാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, 1-2 മഴ പെയ്താൽ പിന്നെ റോഡ് മൊത്തം ബ്ലോക്ക് ആവും. രാത്രിത്തേക്ക് പിന്നെ നമ്മൾ ചോറൊന്നും ആക്കാൻ നിന്നില്ല കേട്ടോ. പകരതാ നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. അത് അങ്ങ് വാഴയിലയിൽ പൊള്ളിക്കാന്ന് വിചാരിച്ച്. നമ്മുടെ കരിമീൻ ഇതാ മസാലയൊക്കെ പിടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ അത്ര മാത്രമേ ചെയ്യണുള്ളൂ. നമ്മുടെ വീട്ടിലെ ഡിന്നർ ടൈം വന്നിട്ട് 7 മണി 7:30 അപ്പോൾ അന്നേരം നമ്മൾ പെട്ടെന്ന് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ രണ്ടും ഒപ്പം അങ്ങ് തീരുമാനമാവുമല്ലോ. അങ്ങനെ ദാ കരിമീൻ്റെ 2 സൈഡും ഏറെക്കുറെയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണില്ല. ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ അതിലോട്ടുള്ള മസാലയും കൂടെ സെറ്റാക്കി എടുക്കുന്നത്. ദെൻ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മസാലയും പിന്നെ ആ ഒരു ഫിഷ് ഫ്രൈയും കൂടെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഴയിലയിൽ. ഇനി പൊള്ളിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഫൈനലി നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ പെയർ ചെയ്യണത് ബ്രെഡാണ്. എന്താണെന്നറിയില്ല, ബ്രെഡ് ഇപ്പോൾ ഈ ഈടായിട്ട് നമ്മളെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മളും ഓക്കെയാണ് അത് കഴിക്കുന്നതിൽ. അങ്ങനെ ബ്രെഡും കരിമീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് അങ്ങ് കഴിച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ വ്ളോഗും കാര്യങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.